PSCയുടെ ടെസ്റ്റ് എഴുതിയാൽ ക്ലാസ് 4 ആയിട്ട് പോലും ജോലിയിൽ കയറാൻ യോഗ്യതയില്ലാത്തവരെയാണ് പാർട്ടി സംവിധാനത്തിൻ്റെ പേരിൽ PSC മെമ്പറാക്കിയിരിക്കുന്നത്. 1,76,000 പേരെ പിൻവാലിലൂടെ സെക്രട്ടേറിയറ്റിലും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലും കാഷ്വൽ ജീവനക്കാരെന്ന നിലയിൽ നേരിട്ട് നിയമിച്ചിരിക്കുമ്പോൾ അവർക്ക് 1000ങ്ങളും 10,000ങ്ങളും കൊടുക്കുമ്പോൾ DYFIയുടെ പ്രവർത്തക 2 ലക്ഷം രൂപ ശമ്പളം വാങ്ങിച്ചു, മരണം വരെ 2 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കും. 2 വർഷങ്ങൾക്ക് മുമ്പ് PSC റാങ്ക് ഹോൾഡർമാരുടെ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നു കഴിഞ്ഞാൽ നമ്മെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു സമരമാണ് ആശാ വർക്കർമാരുടെ സമരം ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നത്. പ്രായം ചെന്ന അമ്മമാരും സഹോദരിമാരും മഴയെയും വെയിലിനെയും അതിജീവിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവർക്ക് ജീവിക്കാനുള്ള ശമ്പളം തരണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട് നടത്തുന്ന സമരത്തെ സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുന്നത് വളരെ വേദനാജനകമാണ്. ഒരിക്കലും ഒരു സർക്കാരിനും യോജിച്ച നടപടിയല്ല ഇപ്പോൾ നിലവിലുള്ള CPM ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ആശാ വർക്കർമാർ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും ജനങ്ങൾ ശ്രദ്ധിക്കുന്ന സേവനം നടത്തുന്ന ഒരു വിഭാഗമാണ്. കഴിഞ്ഞ കോവിഡ് കാലത്ത് അവർ നടത്തിയ പ്രവർത്തനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അവർക്ക് ഒരു ദിവസം 275 രൂപ ശമ്പളം എന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. സർക്കാരിലുള്ള ഒരു ദിവസക്കൂലി ജീവനക്കാരന് 750 രൂപ സർക്കാർ ശമ്പളം കൊടുക്കുമ്പോൾ എന്തിനേറെ പറയുന്നു, നമ്മുടെ വീടുകളിൽ ജോലിക്ക് നിൽക്കുന്നവർക്ക് 750 രൂപ 1000 രൂപയും ദിവസം ശമ്പളം കൊടുക്കുമ്പോൾ ഈ ഗവൺമെൻറ്റിന് വേണ്ടി രാപകലില്ലാതെ ജോലി ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് അവർ 21,000 രൂപ ചോദിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? തീർച്ചയായിട്ടും ഇത്രയും നീതിക്ക് വേണ്ടിയുള്ള ഒരു സമരം ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരളം സാക്ഷ്യം വഹിച്ചിട്ടില്ല. സർക്കാരിൻ്റെ കണ്ണു തുറക്കണം. സർക്കാരിന് കൊടുക്കാൻ പണമില്ലാത്തതുകൊണ്ടല്ല, കോടിക്കണക്കിന് രൂപ സർക്കാർ ചെലവിടുമ്പോൾ, ദുർവ്യയം ചെയ്യുമ്പോൾ, സ്വന്തക്കാർക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ 1,76,000 പേരെ പിൻവാലിലൂടെ സെക്രട്ടേറിയറ്റിലും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലും കാഷ്വൽ ജീവനക്കാരെന്ന നിലയിൽ നേരിട്ട് നിയമിച്ചിരിക്കുമ്പോൾ അവർക്ക് 1000ങ്ങളും 10,000ങ്ങളും കൊടുക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആശാ വർക്കർമാർക്ക് കാണിക്കുന്ന അനീതി ഒരിക്കലും നമുക്ക് സർക്കാരിന് മാപ്പ് കൊടുക്കാൻ കഴിയാത്തതാണ്. ഇപ്പോഴെന്താ ഈ സമരം നടക്കുന്ന അവസരത്തിൽ തന്നെ എന്ത് ദാക്ഷ്യത്തോടു കൂടിയാണ് സർക്കാർ PSCയിലെ മെമ്പർമാരുടെ ശമ്പളം കൂട്ടിക്കൊടുത്തിരിക്കുന്നത്? സർക്കാർ കൊടുത്തിരിക്കുന്ന ഒരു സന്ദേശമാണ്, നിങ്ങൾ സമരം ചെയ്യുക, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് എത്ര രൂപയും കൂട്ടിക്കൊടുക്കുമെന്നാണ്. PSCയിലെ മെമ്പർമാർക്ക് ചെയർമാന് 3.25 ലക്ഷം രൂപയും PSC മെമ്പർമാർക്ക് 3.25 ലക്ഷം രൂപയായി പ്രതിമാസം ശമ്പളം നൽകുന്നു. ഓരോ ലക്ഷം രൂപ വെച്ച് അവരുടെ ശമ്പളത്തിൽ പ്രതിമാസം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. അവരുടെ പെൻഷൻ 2 ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്നു. ഇത് കേരളത്തിലല്ല, ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും സംസ്ഥാനത്ത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC മെമ്പർമാരുള്ളത് കേരളത്തിലാണ്. ഈ PSC മെമ്പർമാർ 6 വർഷമാണ് സേവനമനുഷ്ഠിക്കുന്നത്. 6 വർഷം കഴിയുമ്പോഴേക്കും അവർക്ക് ജീവിതകാലം വരെ 2 ലക്ഷം രൂപ പെൻഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ദാക്ഷ്യമല്ലേ? അത് വേണ്ടപ്പെട്ടവരായതുകൊണ്ടല്ലേ? അങ്ങനെ നീ കൊടുക്കാവോ? ഇവിടെ മന്ത്രിമാർക്കും MLA മാർക്കും ഒരു ടേം അവർ MLA ആയിട്ടിരുന്നാൽ 8,000 രൂപയാണ് പെൻഷൻ. ഇവിടെ മന്ത്രിമാരുടെ PA മാരായിട്ടും പ്രൈവറ്റ് സെക്രട്ടറിമാരായിട്ടും ഇരിക്കുന്നവർക്കും തുച്ഛമായ ശമ്പളമാണ് പെൻഷൻ. സർക്കാർ ജീവനക്കാരന് നിയമപ്രകാരം 30 വർഷം സർവീസ് ഉള്ളവന് മാത്രമാണ് ഫുൾ പെൻഷൻ കൊടുക്കുന്നത്. ഫുൾ പെൻഷൻ എന്ന് പറയുന്നത് അവസാന മാസ ശമ്പളത്തിൻ്റെ പകുതി തന്നെയാണ്. ഇവിടെ 6 വർഷം സർവീസിലിരുന്ന ഒരാളിന് 30 കൊല്ലം സർവീസിലിരുന്നായിട്ട് കണക്കാക്കി പെൻഷൻ കൊടുക്കുന്നത് ഇന്ത്യയിൽ, കേരളത്തിലല്ല, മറ്റൊരിടത്തുമില്ല. അടിയന്തിരമായി പിൻവലിക്കണം. അതുമാത്രമല്ല, ഇതിൽ PSC നിയമിച്ചിരിക്കുന്ന ആൾക്കാരാരാ? അവരുടെ യോഗ്യത എന്താ? PSCയുടെ ടെസ്റ്റ് എഴുതിയാൽ ക്ലാസ് 4 ആയിട്ട് പോലും ജോലിയിൽ കയറാൻ യോഗ്യതയില്ലാത്തവരെയാണ് പാർട്ടി സംവിധാനത്തിൻ്റെ പേരിൽ PSC മെമ്പറാക്കിയിരിക്കുന്നത്. എന്തിനേറെ പറയുന്നു, അടുത്ത കാലത്ത് സംസ്കൃത സർവകലാശാലയിൽ നിന്ന് PhD പാസ്സായ സംസ്കൃത സർവകലാശാലയിൽ ശങ്കരാചാര്യരെ കുറിച്ചുള്ള PhD എന്ന് പറഞ്ഞാൽ അതിൽ മുഴുവനും അക്ഷരത്തെറ്റാണ്. ഇംഗ്ലീഷ് ഒരു സെൻറ്റൻസ് പോലും ശരിയില്ല.
ശങ്കരാചാര്യർ ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു പോലും അറിയാത്ത ഒരാളിന് DYFIയുടെ നേതാവെന്ന നിലയിൽ മുമ്പ് SFIയുടെ നേതാവായിരുന്നതിൻ്റെ പേരിൽ 32 വയസ്സായ ഒരു പെൺകുട്ടിക്ക് പ്രിൻസി കുര്യാക്കോസിനെ PSC മെമ്പറാക്കിയിരിക്കുകയാണ്. അതിനോടൊപ്പമുള്ള കുട്ടികൾ PSCയിൽ ലോ ഡിവിഷൻ ക്ലാർക്കായിട്ട് ടെസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ടെസ്റ്റ് എഴുതാനുള്ള യോഗ്യത പോലും ഇല്ലാത്ത പ്രിൻസി കുര്യാക്കോസിനെ PSC മെമ്പറായെന്ന് പറഞ്ഞാൽ അതിനും കിട്ടുന്നു 3.5 ലക്ഷം രൂപ ശമ്പളം. 38 വയസ്സാകുമ്പോൾ ആ DYFIയുടെ പ്രവർത്തക 2 ലക്ഷം രൂപ ശമ്പളം വാങ്ങിച്ചു, മരണം വരെ 2 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കും. ഇത് കേട്ടുള്ള കാര്യമാണോ? ഇവർക്കെല്ലാവർക്കും മെഡിക്കൽ ആനുകൂല്യങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ ഇവിടെ ആശാ വർക്കർമാർ സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ PSC മെമ്പർമാർക്ക് 2 ലക്ഷം രൂപയും 3 ലക്ഷം രൂപയും ശമ്പളം വർദ്ധിപ്പിച്ച് കൊടുത്ത് കാണിക്കുന്നത് ഞങ്ങൾ എന്തും ചെയ്യുമെന്നുള്ളൊരു മെസ്സേജ് ദാക്ഷ്യമാണ്. ഒരു ഗവൺമെൻറ് യോജിച്ചല്ല. ആശാ വർക്കർമാരുടെ സമരം അടിയന്തരമായി ഒത്തുതീർപ്പെത്തിക്കണം. അവരാവശ്യപ്പെട്ട 21,000 രൂപ അവർക്ക് കൊടുക്കണം. ഇവിടെയുള്ള സാധാരണ കാഷ്വൽ എംപ്ലോയീസിന് 700 രൂപ പ്രതിദിനം കൊടുക്കുമ്പോൾ വാസ്തവത്തിൽ അവരുടെ സേവനത്തിന് അവർ 24 മണിക്കൂർ വർക്ക് ചെയ്യുന്നെങ്കിൽ അവർക്ക് 1,400 രൂപ വെച്ച് പ്രതിദിനം കൊടുക്കേണ്ടതാണ്. ഈ സമരം ഒരിക്കലും പരാജയപ്പെടാൻ പാടില്ല. ആ സമരത്തിനെ പരാജയപ്പെടുത്തുവാനുള്ള ശ്രമമാണ് CPMൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. തീർച്ചയായിട്ടും SCCI എന്ന് പറയുന്ന സംഘടന വളരെ ആത്മാർത്ഥതയോടുകൂടി അവരുടെ മുൻപന്തിയിൽ നിൽപ്പുണ്ട്. മറ്റ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ അനുഭവം രേഖപ്പെടുത്തി നിൽപ്പുണ്ട്. കാരണം അവരുടെ എല്ലാ ആവശ്യം ഈ സമരം പരാജയപ്പെടാൻ പാടില്ല. ഇത് പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സമരമാണ്. അതല്ലാതെ ഇവരെ കൊണ്ട് ജോലി ചെയ്തതിന് ശേഷം ഇതിൻ്റെ പേരിൽ ക്രെഡിറ്റ് നേടുന്നത് സർക്കാരാണ്. ഈ കഴിഞ്ഞ കോവിഡ് കാലത്ത് ഈ ആശാ വർക്കർമാരെ കൊണ്ട് ജോലി ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇന്ത്യയിൽ നമ്പർ 1 ആണെന്ന് കാണിക്കുവാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. ഇത് അഹങ്കാരത്തിൻ്റെ ഭാഷയാണ്. അടിയന്തിരമായി ആശാ വർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ മുഴുവനും സെക്രട്ടേറിയറ്റ് മുന്നിലെത്തണം. ഈ സമരം വിജയിപ്പിക്കണം. ഈ സമരം വിജയം കണ്ടേ തീരൂ.